വെയിറ്റ് ചെയ്തിട്ട്. റിയാസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു റിസോർട്ടിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഞാൻ കാഴ്ചവെക്കുന്നത്. ഇത് ബാംഗ്ലൂർ തന്നെ ഉള്ളതാണ്. ബാംഗ്ലൂർ ദൊഡ്ബല്ലാപൂർ റോഡ് അങ്കസാന റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള അത് ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൻ്റെ റിവ്യൂസ് കാണാം. അടിപൊളി റിസോർട്ടാണ്. ഫുഡ്, സ്വിമ്മിംഗ് പൂള്. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം സ്വിമ്മിംഗ് പൂളൊന്നും ഓപ്പണും അല്ല. അതുമാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് പിന്നെ കറങ്ങി നടക്കാൻ, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഒരു ഇതുള്ളൊരു റിസോർട്ടാണിത്. അപ്പം ഞാൻ റിവ്യൂസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വന്നത്. ഫുഡൊക്കെ നല്ലതാണ്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് സമാധാനമായിട്ട് ഫാമിലിയൊത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനാണ് കേട്ടോ എസ്പെഷ്യലി ഇവിടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം നല്ലൊരു റിസോർട്ടാണിത്. അതിലെ ഒരു കാഴ്ചയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്കിങ്ങനെ നടന്ന് കളിക്കാനുള്ള ഏരിയകളുണ്ട് കേട്ടോ. നടന്ന് കളിക്കാനല്ല, നടക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ സ്പാ ഉണ്ട് കേട്ടോ. സ്പാ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും സ്പായ്ക്കൊക്കെ. പിന്നെ 3 റെസ്റ്റോറൻ്റാണുള്ളത്. അപ്പം ബൊഫേ ഉണ്ട്. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്, ലഞ്ച് കഴിക്കാനൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള ചാർജും ഉണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 3 റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇതിൽ നടക്കാം. ഒരു നല്ല ഏരിയ കേട്ടോ. ഇങ്ങനെ വെയിലുണ്ടെങ്കിലും തണൽ വരും ചെയ്യും. ഇവിടെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മളിപ്പോൾ ഈ റിസോർട്ടിൻ്റെ പൂൾ സൈഡിലാണുള്ളത്. പൂളിൽ വന്നിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, കുറേ നല്ല കുളിക്കണം എന്നൊക്കെ വിചാരിച്ച് സ്വിമ്മിങ് സൂട്ടൊക്കെ എടുത്ത് വന്നു. പക്ഷേ അപ്പോൾ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി കൊറോണ കാരണം പൂള് ക്ലോസ് ആണെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് അത് പറ്റിയിട്ടില്ല. പക്ഷേ അടിപൊളി പൂളാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ വേറെ ഒന്നും വേണ്ട, ഇവിടെ വന്ന് തന്നെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ റിവ്യൂസിലൊക്കെ അങ്ങ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പൂളൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പൂൾ ഓപ്പൺ ആണെങ്കിലൊക്കെ ഒരുപാട് ഇപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പൂളാണ്.
കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തിൽ എന്തോ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി വന്നത്. എല്ലാ സൈഡിലും ഇരിക്കാനൊക്കെ കുറേ സ്പേസ് ഉണ്ട്. ഇപ്പോൾ കണ്ടോ ഓരോ സ്ഥലത്ത് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓരോ സൈഡ് ഓരോ സ്റ്റോണിൻ്റെ സൈഡിലും പിന്നെ ഒരു അവിടെ അങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാ കുറേ ആൾക്കാർ ഇങ്ങനെ റെഡ് ടീഷർട്ടിൽ കാണുന്നുണ്ട്. ഇതൊന്നും അവരൊക്കെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടോ നല്ലൊരു സെറ്റപ്പാണ്. നമുക്കിനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്കൊക്കെ പോവാം. പൂൾ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നിട്ട് പക്ഷെ പൂള് അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനത് കൊടുക്കണ്ടേ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ ഇതാ എടുക്കുന്നത്. ഇനി എടുക്കും. ഞാനപ്പോൾ ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ദോശ ഇത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഐറ്റംസ് ഉണ്ട് കുറേ. ദോശ വട ഇഡ്ഡലിയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് എടുക്കാം. പാൻ കേക്ക്, ചിക്കൻ സോസേജ്, ഐറ്റംസ് കൂടുതലുണ്ട്. നമുക്ക് വേണ്ടതൊക്കെ എടുക്കാം. പൂരി വട ഉണ്ട്, ബാജിയുണ്ട്. കൂടിക്ക് മസാല ദോശ പോലെ മസാല ദോശ ആക്കും. ഞങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകും. പിന്നെ ബോയിൽ എഗ് അങ്ങനത്തെ എല്ലാം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാടൻ ഐറ്റത്തിലേക്ക് കിടക്കാം. മസാല ദോശ വട അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കോംപ്ലിമെൻ്ററി ആണല്ലോ, അപ്പോൾ കുറച്ച് തിരക്കും കൂടുതലും. നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാമല്ലോ. ഇത് സർവീസ് നല്ലതാണ്. എന്ന് ചോദിച്ചാൽ അവരപ്പം തന്നെ കൊണ്ടുതരും. സർവീസ് നല്ലതാണ്. നല്ല ഫുഡ്, നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്. അടുത്തത് പൂരി എടുത്തു. പിന്നെ ഒരു പൊട്ടാറ്റോ, പിന്നെ കുറച്ച് കേസരിക്ക് ഇഷ്ടമാണ്. കേസരി പൊട്ടാറ്റോ, കുറച്ച് കേസരി, പിന്നൊരു ബാജി ഫ്രൈ. അപ്പോൾ അടുത്ത് സെക്കൻഡായിട്ട് ഇതാണ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ റൂം മുകളിലാണ്. നമ്മൾ ഇങ്ങനെ കുട്ടികളായിട്ട് പോകുന്നത്. ഞങ്ങളിവിടെ റിസോർട്ടിൽ ഞങ്ങളുടെ റൂമിലാണ്. അപ്പോൾ കണ്ടോ പുറത്തൊക്കെ ഇങ്ങനെ ഒരുപാട് റൂംസ് ഉണ്ട്. നമുക്കിങ്ങനെ നമ്മുടെ റൂം കാണാം. ഞാൻ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. ഇതാണ് ബെഡ്. ഇവിടെ ഇങ്ങനെ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു ടേബിള് ഒക്കെ ഉണ്ട്. പിന്നെ TV ആൻഡ് കബോർഡ്. നല്ല സെറ്റപ്പാണ് ഇവിടെ. ഒരു ടീ സെറ്റൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ഷെൽഫ്. ഇവിടെ ലോക്കറും ഉണ്ട്. ഒരുവിധം എല്ലാം എവിടെയാണ് നമ്മൾ റൂം എടുത്താലും ഇതുപോലെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബാൽക്കണി, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടെന്ന് തോന്നുന്നു. തുറന്നോക്കട്ടെ. പിന്നെ ഇത് നല്ല മഴയായിരുന്നു. യെസ്, ഇതിൻ്റെ ബാൽക്കണി. തുറക്കുന്നു. അടിപൊളി. ഇവിടുന്നൊരു ബാൽക്കണി ഉണ്ട്.
ഇവിടെ ഇരിക്കാനുള്ളൊരു സ്പേഷ്യസ് ഉണ്ട്. ഇതൊക്കെ റിസോർട്ടിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പം ഇപ്പോൾ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട്. നല്ലൊരു റിസോർട്ടാണ് കേട്ടോ, അടിപൊളി റിസോർട്ടാണ്. പക്ഷെ മഴയായിപ്പോയി വന്നപ്പോഴേക്ക്, മഴ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വാഷ്റൂം കാണാം. ഇവിടെ സൗന്ദര്യം നോക്കുന്നു, വലിയ മിററാണ്. ഇനി വാഷ്റൂം കാണാം. നല്ല വാഷ്റൂമാണ്. കണ്ടിവിടെ നല്ലൊരു മിററുണ്ട്. പിന്നെ എല്ലാ അതുപോലെ തന്നെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത് സൗകര്യങ്ങൾ. ബാക്കി കാഴ്ചയൊക്കെ ഒന്ന് മഴ പോട്ടെ, മഴ പോയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. തുടങ്ങിക്കോ. ചെറിയൊരു ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് കാണുക, ഫോളോ ചെയ്യുക കേട്ടോ. FB-യിലിടും പിന്നെ ഇൻസ്റ്റയിലിടും. 2 ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഇന്ന് എന്തായാലും ഞാൻ വെച്ച് നല്ല ഏരിയയില്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. പിന്നെ സെറ്റ് സാരിയിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണണം. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റുകളുള്ളത്. ഈ ഭാഗത്ത് ഒന്നുണ്ട്, പിന്നെ അപ്പുറത്തെ ഭാഗത്തും ഒന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റുകളുള്ളത്. 2 പിന്നെ എക്സിക്യൂട്ടീവ് റൂംസൊക്കെ മറ്റേ സൈഡിലാണ്. പിന്നെ അല്ലാത്ത സ്യൂട്ട് റൂമൊക്കെ ആ ഭാഗത്തോട്ടാണുള്ളത്. പോകുന്ന വഴിക്ക് അത് കാണിക്കാം. ഇങ്ങനെ നടക്കാം നമുക്ക്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ തണലായിട്ട് ഇങ്ങനെ നടന്ന് കളിക്കാം. ഈ ഭാഗത്താണ് റൂംസൊക്കെ വരുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെയാണ് റൂംസ് ഉള്ളത്. ലോണൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയിലാണ് ഇതൊക്കെ വെച്ചത്. കണ്ടോ, ഏരിയ ഒക്കെ ഉണ്ടല്ലേ. എന്നിട്ട് താഴോട്ടേക്കും റൂംസ് ഉണ്ട്. എല്ലാ റൂമിലും ഒരു ബാൽക്കണി ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. വളരെ അതാണ് ഞാൻ കണ്ടത്. ചില സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ ചില റൂംസിന് ബാൽക്കണി ഉണ്ടാവും, ചില റൂംസിന് ബാൽക്കണി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട്. കണ്ടോ, താഴെയാണെങ്കിലും നമുക്ക് ഇരിക്കാനൊക്കെ കണ്ടോക്കുന്നുണ്ട്, മുകളിലാണെങ്കിലും ബാൽക്കണി ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് ബാൽക്കണി വരുന്നത്. ബാൽക്കണി ഇല്ലാത്ത റൂംസ് ഇല്ല എന്ന് തന്നെ പറയാം. $2035 ആണ് ഞങ്ങളുടെ റൂം. അങ്ങോട്ടേക്കാണ് പോകുന്നത്. എൻഡിലാണ് ഞങ്ങളുടെ റൂം. ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ കൊറോണയൊക്കെ കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. കുട്ടികൾ സ്കൂളിലൊന്നും പോവാതെ മറ്റ് വെക്കേഷൻ ടൈമൊക്കെ നമുക്കിപ്പോൾ 2 ഡേയ്സ് അല്ലെങ്കിൽ ഒരു പിന്നെ ഇപ്പോൾ ഈ വരമഹാലക്ഷ്മി അങ്ങനെ മൊഹറോ എല്ലാം വന്ന് കുറച്ച് ലീവുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും പുറത്ത് പോകേണ്ട ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്നാലും ഇപ്പോൾ കൊറോണ കുറച്ച് ഇവിടെ ബാംഗ്ലൂരൊക്കെ അത്ര കേസസ് ഇല്ല. അതുകൊണ്ട് കുറച്ച് ഓക്കെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ പുറത്ത് പോകാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നടക്കാണ്ട് ഇങ്ങനെ നടന്ന് പോവാതാ. മാസ്ക് കയ്യിലുണ്ട് കേട്ടോ. ഇനി മാസ്ക് ഇല്ല എന്ന് ആരും പറയണ്ട. മാസ്ക് കയ്യിലുണ്ട്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ്. ഫോട്ടോവും പിന്നെ വോയിസ് കേൾക്കാതിരിക്കുമെന്ന് പേടിച്ചിട്ടാണ് മാസ്ക് റിമൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സ്റ്റെപ്സൊക്കെ കുറേ കണ്ടില്ലേ. അങ്ങനെ ഒരു പാത്തുണ്ട് നമുക്ക് നടക്കാനൊക്കെ. നല്ല ഏരിയ. അപ്പം
ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് ഫുള്ള് ഒന്ന് കറങ്ങി വരാൻ വെച്ചാൽ സ്വിമ്മിംഗ് പൂളില്ലാത്തതുകൊണ്ട് എന്തായാലും അത് നടക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന്, ഈ പൂൾ തന്നെയാണ് ഭയങ്കരമായിട്ട് നമുക്ക് കാണാനുള്ളത്, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ദിവസം ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യും. നാളെ അങ്ങോട്ട് പോവുക ചെയ്യും. നാളെ ഉച്ചയാകുമ്പോഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ രാത്രിയായി, ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇവിടെ റിസോർട്ടിൽ തന്നെ ഡിന്നർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. പിന്നെ ഇവിടെ എല്ലാ ഫുഡും കിട്ടും, നോൺ വെജും വെജൊക്കെ കിട്ടും. പിന്നെ ഒരു ബുഫേ ഇതാണുള്ളത്, ഡിന്നറാണുള്ളത്. അപ്പോൾ എന്തൊക്കെ ഐറ്റം നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.